നല്ല നാളേക്കായി കരുതി വെച്ച ഭക്ഷ്യധാന്യങ്ങൾ അവയെല്ലാം ഇന്ന് ചെളിയിൽ പൂണ്ട് ചിതറിത്തെറിച്ചു കിടക്കുന്ന കാഴ്ച വയനാട്ടിലെ ദുരിതഭൂമിയിൽ പലയിടത്തും കാണാം. തകർന്നടിഞ്ഞ റേഷൻ കടകളിൽ നിന്നും മറ്റും ഉള്ളവയാണ് ഇവയെല്ലാം. ദുരന്തഭൂമിയിലെ മണ്ണിൽ കൂമ്പാരമായി കിടക്കുന്നത് ചെളി മാത്രമല്ല, അരിയും ഗോതമ്പും അടങ്ങുന്ന ഭക്ഷ്യധാന്യങ്ങളുമുണ്ട്. അന്നന്നത്തെ അന്നം തേടുന്ന ഇവിടുത്തുകാർക്കായി റേഷൻ കടകളിൽ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങളായിരുന്നു ഇവയെല്ലാം. ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പോൾ ഒരു അങ്കലാപ്പാണ്. ഇനി എന്ത് എന്ന ജീവിതം മുന്നോട്ടറിയാതെ പോകുന്ന ആളുകൾക്കുള്ളിലെ അങ്കലാപ്പ്. കാർമേഘം മാറി, മാനം തെളിഞ്ഞു. ഇപ്പൊ വെയിലുണ്ട്. 10 നാൾക്ക് ശേഷം മുണ്ടക്കയും ചൂരൽമലയിലെയും മണ്ണ് കനപ്പെട്ടു. ഇപ്പോൾ മണ്ണിൽ പൂണ്ട പലതും പുറത്തു വന്നു. അങ്ങനെ കണ്ട കാഴ്ചകളിൽ ചിലതാണ് ഇതൊക്കെ. മണ്ണെടുത്ത മനുഷ്യർക്കായുള്ള കരുതി വെക്കലുകൾ, ചിതറിത്തെറിച്ചുപോയ കരുതി വെക്കലുകൾ. റേഷൻ കട, വൈദ്യുതി, പലചരക്ക് കടകൾ, ഹോട്ടലുകൾ എല്ലാം തകർന്നടിഞ്ഞു. ഇനി എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. എങ്ങനെ, എപ്പോൾ എന്നത് ഒരു ചോദ്യവും. ഇവിടെയാണ് സ്ഥിരമായിട്ട് നമ്മൾ അരി വാങ്ങുന്ന റേഷൻ കടയായിരുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചു പോയില്ലേ. ഇന്നിപ്പോൾ ഇത് എങ്ങോട്ട് മാറുമെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കുറേ നീലിക്കാപ്പിൽ കുറേ ജനങ്ങളുണ്ട്. ഓരെങ്ങോട്ട് മാറ്റുമെന്ന് പിടുത്തമില്ല. ഇപ്പോൾ പണിയില്ല, ഒന്നുമില്ല. ഇവിടെ തന്നെ ആയിരുന്നു സ്ഥിരം ജോലി. ഇതിപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് നമുക്കൊരു പിടുത്തമൊന്നുമില്ല. ഇതല്ല, നല്ലൊരു ടൗണായിരുന്നു ഇത്. ഇവിടെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ജോലി. ഇപ്പോൾ ഇവിടെ ജോലിയില്ല, ഒന്നുമില്ല. ഇന്നിപ്പോൾ ഭാവിയിൽ എങ്ങനെ ആയി തീരുമെന്നൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ക്യാമറമാൻ അനീഷ് കട്ടക്കടയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, വയനാട്.